ഹോളിവുഡ് സിനിമാ വ്യവസായം നഷ്ടം സഹിക്കുകയാണെന്നും ഇത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് വിദേശ സിനിമകൾക്ക് 100% നികുതി പ്രഖ്യാപിച്ചു. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയതോടെ ആഗോള വ്യാപാരം ഇതിനകം തന്നെ സ്തംഭിച്ചു. ഈ സാഹചര്യത്തിൽ ഹോളിവുഡ് സിനിമകൾ ഒഴികെയുള്ള സിനിമാശാലകൾക്ക് നിലവിൽ നികുതി ചുമത്തുന്നത് ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. താൻ പ്രസിഡന്റ് ആയാൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയം നടപ്പിലാക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പരസ്പര നികുതി ഉണ്ടായത്. അതായത് മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ അമേരിക്കയും നികുതി അടയ്ക്കും. എന്നാൽ ഇന്നലെ വരെ വ്യവസായങ്ങൾക്ക് മാത്രമായിരുന്നു ഈ നികുതി ചുമത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സിനിമാ വ്യവസായത്തിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ സിനിമാ വ്യവസായം നാശത്തിലേക്ക് നീങ്ങുകയാണ്, അതും അതിവേഗം. നമ്മുടെ സ്റ്റുഡിയോകളെ മറ്റു രാജ്യങ്ങൾ മുതലെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഹോളിവുഡ് ഓരോന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യബോധത്തോടെ സംഭവിക്കുന്നതായി തോന്നുന്നില്ല. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ദേശീയ സുരക്ഷാ ഭീഷണിയായി മാറും. ഇത് സിനിമയാണ് എന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. നാളെ ഇതേ സാഹചര്യം മറ്റു വ്യവസായങ്ങൾക്കും സംഭവിച്ചേക്കാം. അതിനാൽ വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ പ്രദർശിപ്പിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% നികുതി ചുമത്തും. ഇത് സംബന്ധിച്ച് ഞാൻ വാണിജ്യ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഞങ്ങളുടെ ജന്മനാട്ടിൽ വീണ്ടും സിനിമ നിർമ്മിക്കും. ചൈനീസ് സിനിമകളെ കേന്ദ്രീകരിച്ചാണ് ഈ നികുതി ചുമത്തുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. അതായത് കഴിഞ്ഞ വർഷം ചൈനീസ് സിനിമകൾ അമേരിക്കയിൽ വൻ വിജയം നേടിയിരുന്നു. എന്നാൽ ഹോളിവുഡ് സിനിമകൾ പരമ്പരാഗത കഥകൾ ഉപയോഗിച്ച് പഴയ അതേ മാവ് തന്നെ പൊടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ വരുമാനം തുടർച്ചയായി കുറയാനും തുടങ്ങി. കൂടാതെ ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹോളിവുഡ് ചലച്ചിത്ര മേഖലയിലെ എഴുത്തുകാർ, കലാകാരന്മാർ, ജീവനക്കാർ എന്നിവർ പണിമുടക്കി. ഇതെല്ലാം ഹോളിവുഡ് വ്യവസായത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു. അതുകൊണ്ടാണ് ട്രംപ് നികുതി ഏർപ്പെടുത്തിയത്. ആടിനെ കടിച്ചു, പശുവിനെ കടിച്ചു, ഒടുവിൽ മനുഷ്യനെ കടിച്ചു എന്ന കഥയിലെന്ന പോലെ സിനിമാ മേഖലയിലും ട്രംപിന്റെ പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ ചൈനയും ഒട്ടും പിന്നിലല്ല. അവരുടെ നിർമ്മാണ ബജറ്റിന്റെ 80% തങ്ങളുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന സിനിമകൾക്കായി നീക്കിവച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഹോളിവുഡ് സിനിമകൾക്കായി നീക്കിവച്ചിരിക്കുന്ന തിയേറ്ററുകൾ കുറവാണ്. ഇതെല്ലാം അമേരിക്കയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഹോളിവുഡിന്റെ വരുമാനത്തെ ബാധിച്ചു. ഈ കാരണങ്ങൾ കൂടാതെ സ്ട്രീമിംഗ് വ്യവസായത്തിന്റെ വളർച്ച ഹോളിവുഡിനെയും ബാധിച്ചു. പ്രത്യേകിച്ച് OTTയിൽ റിലീസ് ചെയ്യുന്ന പരമ്പരകൾ ഹോളിവുഡ് സിനിമകൾക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്.